പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യം നാം വായിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ മുമ്പിലേക്ക് യഹൂദ മത അനുസാരികളാകുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഗുരു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ പാപം ചെയ്ത ഈ വ്യഭിചാരിയായ സ്ത്രീ മരണത്തിന് വിധിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് വിധിയാണ് ഇവളെ മേൽ കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ യേശു കർത്താവ് ഇവരുടെ ചോദ്യത്തിന് മറുപടി ഇവർ പ്രതീക്ഷിച്ച മറുപടിയല്ല യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് പാപം ചെയ്യാത്തവർ? അവർ ആദ്യം കല്ലെറിയട്ടെ. അവർ ആദ്യം ഇവളെ മരണത്തിന് വിധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ആർക്കും ഇവളെ കല്ലെറിയുവാനോ മരണത്തിന് വിധിപ്പാനോ ആർക്കും കഴിഞ്ഞില്ല. വന്നവരെല്ലാം വളരെ ലജ്ജയോടെ തിരിച്ചു മടങ്ങുവാനിടയായി. എന്നിട്ട് യേശു കർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു, ഇവരാരും നിനക്ക് വിധി കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും നിനക്ക് വിധി കൽപ്പിക്കുന്നില്ല. പക്ഷേ പാപം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ലോകത്തിൽ വന്നത് ലോകത്തെ സ്നേഹിപ്പാനാണ്, ലോകത്തെ വിധിപ്പാനല്ല. യേശു കർത്താവ് നമ്മെ സ്നേഹിപ്പാനാണ്, നമ്മെ സ്നേഹത്തിൽ നടത്തുവാനാണ്. അതുകൊണ്ട് യേശു കർത്താവ് പാപം ചെയ്യുന്നതിനെ വെറുക്കുന്നു, പാപത്തെ വെറുക്കുന്നു. കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീയോട് പറഞ്ഞത്, ഇനി പാപം ചെയ്യരുത്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്. തൻ്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവനല്ല, അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനത്രേ കരുണ ലഭിക്കുന്നത്. തെറ്റുകളിലേക്ക് പോകാതെ അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവെ അതിനോട് ക്ഷമിക്കണമെന്ന് ഏറ്റുപറയുന്നവനത്രേ കരുണ ലഭിക്കുന്നത്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാതെ അതിൽ കുറ്റബോധത്തോടെ യേശു കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, മനുഷ്യർ നമ്മെ വിധിക്കുമായിരിക്കാം, മനുഷ്യർ നമ്മെ നോക്കി പറയും, നമ്മളെ അകറ്റി നിർത്തുമായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മെ അകറ്റി നിർത്തത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. മറിച്ച് അതേറ്റു പറഞ്ഞാൽ ആ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. നമ്മെ കർത്താവ് സ്നേഹിപ്പാൻ അത്രയും ലോകത്തിൽ വന്നത്. നമ്മെ കർത്താവ് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ നാം മനസ്സിലാക്കുക, ആ സ്നേഹത്തെ നാം അറിയുക. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.